ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ എല്ലാത്തിന്റെയും അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് അതിൽ ചിലത് മാത്രം ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരിക്കും, പക്ഷെ അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ചോദിച്ചാൽ ഏതായിരിക്കും മാം പറയാം? ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒട്ടുമിക്ക ആളുകൾ ഇത് യൂസ് ചെയ്ത് റിസൾട്ട് ഇല്ലാതെ ബെറ്റർ ആയിട്ട് ഇനിയിപ്പോ ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു വരുന്നവരാണ് കൂടുതൽ. അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട് ആദ്യത്തെ ഒരു മാസം യൂസ് ചെയ്തു, ചെറിയൊരു ഗ്ലോ ഒക്കെ ഫീൽ ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് യാതൊരു മാറ്റവും ഇല്ല. പിന്നെ വില കുറവായത് കാരണം നമ്മൾ ഒരു വർഷത്തോളം കണ്ടിന്യൂ ചെയ്തു. ഓർക്കേണ്ടത് വില കുറവാണ് എന്ന് കരുതി ഉള്ളിലോട്ട് കഴിക്കേണ്ട ഒരു സാധനം നമ്മൾ അങ്ങനെ വില വെച്ചിട്ടല്ലല്ലോ കഴിക്കേണ്ടത്. എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൈസിങ്ങും കാര്യങ്ങളും നമുക്ക് വരും. സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂടി പോയാൽ എന്ത് ചെയ്യും? ഇവരുടെ കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു കമന്റ് എഴുതിയിടും, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു എനിക്ക് ഇതെന്ന് സംഭവിച്ചു, ഇതിൽ കൂടുതൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. അതേസമയം ഡോക്ടറിന്റെ ഗൈഡൻസോടുകൂടി തരുന്നതാവുമ്പോൾ അവരതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. അവരതിനെ പറ്റിയിട്ട് പ്രോപ്പർ സ്റ്റഡി നടത്തിയിട്ടുണ്ടാവും. അല്ല, അവരതിന് ഫുള്ളി റെസ്പോൺസിബിൾ. എന്ത് പറ്റിയാലും നമുക്ക് ഡയറക്റ്റ്ലി അവരുടെ അടുത്തോട്ട് ചെല്ലാം, എനിക്കിത് സംഭവിച്ചു. ഇവർ ആൻസറബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് ആ ഡോക്ടർ, അല്ലേ? അതിന് വേറെ ബ്രാൻഡ് ഉണ്ടാവും. അതുകൊണ്ട് ഡോക്ടേഴ്സും ഏതെങ്കിലും ബ്രാൻഡും കൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവില്ല. അവർക്ക് വിശ്വാസമുള്ളതും നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് വരില്ല എന്ന് ഉറപ്പുള്ളതുമായിട്ടുള്ള സാധനങ്ങളായിരിക്കും അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ എപ്പോഴും ഇതുപോലത്തെ സാധനങ്ങൾ മെഡിക്കൽ ഗൈഡൻസിൽ പോവുക. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഷിഫാലി എന്ന് പറയുന്ന ആക്ട്രസിന്റെ ഒരു സ്റ്റോറി. അവര് സ്വമേധയാ ഗ്ലൂട്ടത്തിയോൺ എവിടുന്നോ ചൈന ബ്രാൻഡ് ആയിരിക്കാം ഇത് വാങ്ങി സെൽഫ് ഇൻജെക്ട് ചെയ്ത് BP ലോ ആയി അവർക്ക് ഹാർട്ട് സംബന്ധമായ പ്രശ്നം വന്നിട്ട് അപകടം സംഭവിച്ചതാണ്. പക്ഷെ എത്ര ആക്ട്രസുകൾ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലിനിക്സിൽ പോയി ഗ്ലൂട്ടത്തിയോൺ എടുത്ത് അവരുടെ മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ കണ്ടിരിക്കുന്നു. ഇത് ഗ്ലൂട്ടാത്തിയോണിന്റെ പ്രോബ്ലം ആണോ ഉപയോഗിച്ചാലുള്ള പ്രോബ്ലം ആണോ? ഡെഫിനറ്റ്ലി ഉപയോഗിച്ച ആക്ട്രസിന്റെ പ്രോബ്ലം. അപ്പോൾ എന്ത് കാര്യവും നമ്മൾ അങ്ങനെ എടുക്കുക. നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ അതിന് അറിയാവുന്നവർ അവരുടെ അടുത്ത് പോവുക. നമ്മൾ മുടി വെട്ടാനായിട്ട് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോവില്ല. നമുക്ക് ഓരോ ജോലിക്ക് ഓരോ ആളുകളുണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക. ഇപ്പൊ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇരിക്കുന്നതാണ്. അവര് പറയുന്ന മെഡിക്കൽ ടിപ്സ് കേൾക്കാനല്ലല്ലോ നമ്മള്. അപ്പൊ അതുപോലെ ഇപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തരുന്ന ടിപ്സ് ആ രീതിയിലുള്ളതായിരിക്കും. സോ നമ്മൾ ഡിസൈഡ് ചെയ്യുക എന്ത് എവിടുന്ന് എന്തും കേൾക്കാം, എന്ത് റിസീവ് ചെയ്യണം, എന്ത് നമ്മളത് പ്രാവർത്തികമാക്കണം എന്നുള്ളത് അവനവന്റെ ഡിസിഷൻ. ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്നത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇൻസ്പയർ ചെയ്യാറുണ്ട്. അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ്സ് എടുക്കുന്നു, ടാബ്ലറ്റ്സ് എടുക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എത്രത്തോളമാണ് അത് എഫക്റ്റീവ് ആവുന്നത്? ശരിക്കും അങ്ങനെ ഒരു മിത്താണോ അതോ ശരിക്കും സത്യമുള്ള കാര്യമാണോ? അത് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതിന് റിസൾട്ട് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റിസൾട്ട് ഉണ്ട്, ബട്ട് അണ്ടർ ഗൈഡൻസ് ഓഫ് എ ഡോക്ടർ. നമ്മൾ സ്വമേധയാ എടുക്കേണ്ട ഒരു കണ്ടന്റ് അല്ല ഗ്ലൂട്ടാത്തയോൺ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്പനീസ് നമുക്ക് ഇറക്കുന്നുണ്ട്. ഇപ്പം നോക്കിയാൽ തന്നെ അറിയാമല്ലോ, അത് ഒരുപാട് ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു കമ്പനിയെ കുറിച്ച് ഒരു 10 വർഷം മുന്നേ എത്ര പേര് കേട്ടിട്ടുണ്ട്? 10 വർഷം ഒരു 5 വർഷം മുന്നേ കേട്ടിട്ടുണ്ടോ? ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് ഇതിനെപ്പറ്റി കേൾക്കും എന്നുള്ളത് ഉറപ്പുണ്ടോ? ഇതേപോലെ എത്ര ബ്രാൻഡ്സ് വന്നിട്ടുണ്ട് ഈ കോസ്മെറ്റിക് കാറ്റഗറിയിൽ. എത്ര ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. ഒരു ബൂം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം ഇല്ലാതായിട്ടുണ്ട്. അവരുടെ പേരിൽ ഓരോ കംപ്ലൈന്റും കാര്യങ്ങളും വന്നു കഴിഞ്ഞ് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും എത്രയോ റിസ്ക് കൂടുതലാണ് ഇന്റേണലി കഴിക്കുന്ന സാധനങ്ങൾക്ക്. അപ്പൊ നമുക്ക് ഇതുപോലെ ഇന്റേണൽ ആയിട്ട് എടുക്കണമെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ പോലൊരു സപ്ലിമെന്റ് ആണെങ്കിൽ ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യുക, ഡോക്ടറിന്റെ ഗൈഡൻസ് അനുസരിച്ച് അവര് പറയുന്നത് പോലെ അതിന്റെ ആ ഡോസേജും കാര്യങ്ങളും റെഡിയാക്കി ആ ബ്രാൻഡ് അനുസരിച്ച് യൂസ് ചെയ്യാം. ബിക്കോസ് മെഡിക്കൽ ബ്രാൻഡ് വേറെ, കോസ്മെറ്റിക് ബ്രാൻഡ് വേറെ. ഓക്കെ, രണ്ടും രണ്ട് കാറ്റഗറിയാണ്, രണ്ട് ലൈസൻസിംഗിൽ വരുന്ന രണ്ട് സാധനങ്ങളാണ്. അങ്ങനെയുള്ള ഇപ്പം കോസ്മെറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോസ്മെറ്റിക് ലൈസൻസ് ആണ് എടുക്കുന്നത്. മറ്റേ ഡ്രഗ് ലൈസൻസിൽ വരുന്ന പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാമിന്റെ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ ഏത് ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും പറയാം? ആക്നെ ട്രീറ്റ്മെന്റ്, ഫേസിലെ പിഗ്മെന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, ഹെയർ ഗ്രോത്ത് ട്രീറ്റ്മെന്റ്, വളരെ സക്സസ്ഫുള്ളി നമുക്ക് അവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം? പിഗ്മെന്റേഷൻ റിലേറ്റഡ് ട്രീറ്റ്മെന്റ്സ്. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഒറ്റ ട്രീറ്റ്മെന്റ് ചെയ്താൽ മൊത്തം സ്കിന്ന് മാറി കിട്ടുമോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചേഞ്ച് ആവോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരോട് എന്താ പറയാ? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം വരുന്ന ആളുകളെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്. നമുക്ക് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രീറ്റ്മെന്റിനെ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീം ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കൊണ്ടോ ലൈഫ് ലോങ് നമുക്ക് അതിന്റെ റിസൾട്ട് ഒരു കാരണവശാലും കിട്ടില്ല. 30 years ഉള്ള ആള് 30 വർഷമായിട്ട് ഫുഡ് കഴിക്കുകയല്ലേ, ഇത്രയും കൊല്ലം കഴിച്ചു ഇനി എന്തിനാ കഴിക്കുന്നത്? നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഒരു സാധനവും നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് വിചാരിച്ച് പെർമനന്റ് ആയിട്ട് ലൈഫ് ലോങ് നമുക്ക് റിസൾട്ട് കിട്ടില്ല. നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. കുളിക്കുന്നത് പോലെയോ ബ്രഷ് ചെയ്യുന്നത് പോലെയോ നമ്മൾ ഡെയിലി ബേസിസിൽ കൊണ്ട് നടക്കേണ്ട ഒരു കെയർ ആണ് സ്കിൻ കെയർ. തലമുടി എല്ലാ ദിവസവും വാഷ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ എല്ലാ സാധനത്തിലും കെയർ വേണം, മെയിൻ്റനൻസ് വേണം. കെയറും മെയിൻ്റനൻസും ചെയ്താൽ മാത്രമേ എല്ലാം നന്നായി കാലവും നിലനിൽക്കും. സോ സ്കിൻ കെയർ മാത്രം നമ്മൾ അങ്ങനെ പുറകോട്ട് അന്നത്
ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചിന്തിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന് കെയർ ചെയ്യണം. കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് മെയിൻ ആയിട്ട് അവരുടെ ബേസിക് കൺസേണിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കളർ കൺസേൺസ് ഭയങ്കര കൂടുതലാണ്. അവരവരുടെ സ്വന്തം കളറിൽ തീരെ ഹാപ്പി അല്ല. സൺ ടാൻ കാര്യങ്ങൾ, കാര്യം അവർക്ക് ആ ഒരു കോൺഫിഡൻസിന്റെ ലെവൽ എത്താനുള്ള ഒരു ഏജ് ആയിട്ടില്ലല്ലോ. ഒരുപാട് കംപ്ലൈന്റ്സ് പറയാറുണ്ട്, ഡാൻഡ്രഫ് റിലേറ്റഡ് ഒത്തിരി കംപ്ലൈന്റ്സ് പറയാറ്. ഏറ്റവും കൂടുതൽ പറയുന്നത് അവർക്ക് കളർ കിട്ടിയാൽ എല്ലാം ആയി എന്ന ആ ഒരു തോട്ടാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു മേജർ ഇഷ്യൂ ആണല്ലേ. നമുക്ക് കളർ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ബയസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അണ്ടർ കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ എങ്ങനെയാ മാം അവരെ ടാക്കിൾ ചെയ്യാറ് എങ്ങനെയാണ്? ലൈക്ക് അവരുടെ കൺസേൺസ് എന്താണ്, പിന്നെ നമ്മൾ ആദ്യമേ പറയും നമുക്കിപ്പോ എന്തൊരു ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവൽ ഒരു സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യമേ പറയും. ബിക്കോസ് ചില പേഷ്യൻസ് ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആയിട്ടായിരിക്കും വരിക. നമ്മുടെ സ്കിന്നിനെ വെച്ചിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന ഈ ഒരു സ്കിൻ ടോൺ ആണ്. അപ്പൊ പിന്നെ വേറെ പ്രോബ്ലം ഇല്ല.